പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകളാണ്. ഈ സ്ഥലം വരുന്നത് കർണാടക കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള ബൈലക്കുപ്പയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണ് സുവർണക്ഷേത്രം. പ്രധാന കവാടം കഴിഞ്ഞ് കയറി വരുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ടിബറ്റൻ സ്റ്റൈലിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ലഭിക്കും. അത് നമുക്ക് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം. ഇതിലെ നമുക്കിനി അകത്തേക്ക് കയറിപ്പോകാം. ഞങ്ങൾ വന്നത് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളിവിടെ ആദ്യം കയറി വരുമ്പോൾ തന്നെ ലാമയുടെ ഒരു ചിത്രം കാണാം. ഇവിടുത്തെ ഗാർഡനുകളെല്ലാം അതിമനോഹരമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇവിടം കാണുവാൻ വേണ്ടി. കർണാടകയുടെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. ബുദ്ധന്മാരുടെ ആത്മീയ ആചാര്യനാണ് ലാമ. ഇതൊരു ആത്മീയ കേന്ദ്രമാണ്, എന്നിരുന്നാലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായി 2 സൈഡിലേക്കും കെട്ടിവെച്ചിരിക്കുന്ന ഒരു മണി കാണാൻ സാധിക്കും. ഈ മണിയുടെ അടുത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നുണ്ട്. അപ്പുറത്ത് കാണുന്ന കെട്ടിടത്തിനുള്ളിൽ ധാരാളം ചെറിയ വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ചുമപ്പും മഞ്ഞയും ചേർന്ന ഒരു വസ്ത്രധാരണമാണ് ഇവർക്ക്. അത് കാണാനും നല്ല ഭംഗിയാണ്. ഈ കാണുന്ന കെട്ടിടത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടെമ്പിളിനുള്ളിലേക്ക് ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുവാൻ പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. അതെടുക്കാൻ വരുമ്പോൾ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. മേൽക്കൂരകളിലും തൂണുകളിലും ഭിത്തികളിലുമെല്ലാം പ്രത്യേകതരം പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ കാണുന്നത്. മേൽക്കൂരകളിലെല്ലാം പ്രാർത്ഥനാ മന്ത്രങ്ങളാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. അത് കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ പലവിധ നിറങ്ങളാൽ പെയിൻറ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണങ്ങൾ ശ്രീബുദ്ധൻ്റെ പ്രതിമയും ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അമിതായുസിൻ്റെയും പത്മസംഭവൻ്റെയും പ്രതിമകളാണ്. ടിബറ്റൻ വേദമത പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേവന്മാരെയും അസുരന്മാരെയും ചിത്രീകരിക്കുന്ന വർണ്ണാഭമായ ചിത്രങ്ങളാൽ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളും കൂടെ കാണാം. ഇതിന് ചുറ്റും കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ഗാർഡനുകളെല്ലാം കണ്ട് നമുക്ക് ഇതിലേ നടക്കാം. ഇനി കുറച്ച് സമയം നമുക്ക് കാഴ്ചകൾ കാണാം. ഇവിടെയുള്ള കെട്ടിടങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയുള്ള ഈ പുൽമേടുകൾ കാണാൻ വളരെ ഭംഗിയാണ്. ഇവിടെയുള്ള ചെടികളെല്ലാം വെട്ടിയൊരുക്കി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. 1963 ഈ ഗോൾഡൻ ടെമ്പിൾ ഇവിടെ നിർമ്മിക്കുന്നത്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഇവർ ബൈലക്കുപ്പയിൽ വന്ന് സെറ്റിലായതെന്ന്. അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. 1959 ടിബറ്റിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഇവർക്ക് തണുപ്പുള്ള ഒരു സ്ഥലം വേണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് ഇവർ ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് കർണാടകയിലെ ബൈലക്കുപ്പ ഇവർക്ക് നൽകിയത്. ഞങ്ങൾ ഇതിലെ നടന്നു വന്നപ്പോൾ ഇവിടെ 2 അക്കസെട്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്നതായി കണ്ടു. ഇവിടെ വേറൊരു ടെമ്പിൾ കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. അവിടെയും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന പ്രധാന ടെമ്പിൾ. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി ഇതിനകത്തെ കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭിത്തികളിലെല്ലാം കുറേ പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാം. ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ സ്തൂപമാണ്. അപ്പുറത്തെ ക്ഷേത്രത്തിനുള്ളിലേതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ബുദ്ധ പ്രതിമകളും ചുവർ ചിത്രങ്ങൾ കൊണ്ടും അതിമനോഹരമാണ്. പ്രധാന ഗോപുരത്തിൻ്റെ മറ്റൊരു സൈഡിലായി ലഡാക്കിലുള്ള ബുദ്ധമത ആശ്രമങ്ങളെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ പ്രവേശിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഫീസുകളൊന്നുമില്ല. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്, അതുകൂടി നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവർ തന്നെ ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണ്. ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ജെറിക്കൊപ്പം സൈനിങ് ഓഫ് ഷിബിൻ.